ഞാൻ മഞ്ജൂസ് ഗോപി. ഇന്ന് പുതിയ പലഹാരം ഉണ്ടാക്കാൻ പോവാന്ന്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് ഇത്. സൂപ്പർ പലഹാരമായിരിക്കും ഇത്. കണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഉണ്ടാക്കാവേ, നോക്കിക്കോളെ. ഇവിടെ നിന്നാണ് ആദ്യം നടന്നത്. ഒരു തേങ്ങ ചിരകി വെച്ചതാണ്. തേങ്ങ ചിരകി വെച്ച് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ വലിയ ഉള്ളി, ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല കേട്ടോ. ചെറിയ ഉള്ളിയായാലും ചെറിയ ഇതെല്ലാം അരിഞ്ഞിടുക. ചെറിയ തരത്തിൽ ഇതുമാതിരി അരിഞ്ഞിടും. ഇതെല്ലാം അരിഞ്ഞിട്ട് തേങ്ങയും ഇതും കൂടി ഒരുമിച്ച് അരിഞ്ഞത് പ്ലേറ്റിലേക്ക് വെച്ച് എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു നേന്ത്രപ്പഴം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. ഒരു 1.5 നേന്ത്രപ്പഴം എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിന് എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാർക്ക് ആവശ്യത്തിന് ചെറിയ തരത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടെടുക്കുക. ചെറിയ തരം, വലിയതാവണ്ട, ചെറിയ രൂപത്തിൽ ചെറിയ കട്ടി കുറച്ച് അരിഞ്ഞിടുക. ചെറിയ കട്ടി കുറച്ച് ഇങ്ങനെ അരിഞ്ഞിടുക. എന്നാലും ഇത് മൊരിയും, നല്ലോണം മൊരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇത് മൊരിഞ്ഞ് വരണം. ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള എത്ര ഉണ്ടാക്കാം കേട്ടോ. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 3-4 പഴമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ തേങ്ങയും കുറച്ച് ഉള്ളിയും കൂടി കൂട്ടി എടുത്താൽ മതി. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞാലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പകുതി പഴം കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് തേങ്ങ കൂടുതലായി പോയിട്ടുണ്ട്. ചെറിയ പഴം കൂടി. പഴം അധികം പഴുക്കാത്ത പഴമാണ് ടേസ്റ്റ്. പഴുത്ത പഴമാണ് നല്ലത്. പക്ഷെ നമുക്ക് ഈ ഒരു പലഹാരത്തിന് ഇച്ചിരി പഴുക്കാത്ത പഴമാകുമ്പോൾ നന്നായിട്ടിത് അധികം അടിഞ്ഞു പോകില്ല, നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടാം. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് ഇതെടുക്കാന്ന് അതുകൊണ്ട് നന്നായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, നേരെ നമുക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർക്കണം. കുറച്ച് പഞ്ചസാര എത്ര നല്ല സാധനമൊന്നുമല്ല. എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്ന പഞ്ചസാര തീരെ ഉപയോഗിക്കാണ്ടിരുന്ന അത്രയും നല്ലതെന്നാണ് പറയുന്നത്. അത്രയും ഒരു എന്താ പറയുക, ഏതൊരു ഇതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ അപകടകാരിയായ ഒരു സാധനമാണ് പഞ്ചാര ആവശ്യമില്ലാത്തൊരു ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഴത്തിന് നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. നമുക്കിത് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകാമല്ലേ. ഗ്യാസാണിത്. ഗ്യാസിൻ്റെ അടുത്ത് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ വെക്കാം. ചെറിയൊരു ചീനച്ചട്ടി എടുക്കാം. ഈ ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെക്കാം. ഗ്യാസിലേക്ക് വെച്ച് തീ കത്തിക്കാം. ഗ്യാസ് എടുക്കാം. തീ കൊടുക്കാം. തീ കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇത്തിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ഇത് ഒഴിക്കാം. നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിക്കാം, വെളിച്ചെണ്ണയാണെങ്കിൽ ഇത്തിരി കൂടുതൽ നെയ്യ് ഒഴിച്ചാൽ ഇത്തിരി സ്വാദ് കൂടി കിട്ടും കേട്ടോ. ഇങ്ങനെ ബാക്ക് കൊണ്ട് ഇത്തിരി നെയ്യ് എടുത്ത് ഇതിലേക്കിടാം. കുറച്ച് നെയ്യ് ഇതിലേക്ക് എടുത്തിട്ടാൽ അതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. നെയ്യ് ഇപ്പം വീട്ടിലില്ലാത്തവർക്ക് വെളിച്ചെണ്ണ മാത്രം മതി. അതല്ല വെളിച്ചെണ്ണ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒന്ന് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ മിശ്രിതം നമ്മളിതിങ്ങനെ ആക്കി വെച്ച സാധനം എന്ത് ചെയ്യുക, നേരെ ഈ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. നന്നായിട്ട് എണ്ണയിലേക്ക് ഇടുക. ഇപ്പോൾ ഇടുമ്പോൾ നല്ലൊരു ശബ്ദം വേണം. അതുപോലെ ആയിരിക്കണം ഇതിൻ്റെ ഇടൽ. ഇങ്ങനെ വരിക. ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏലക്കാപ്പൊടി, പിന്നെ ഇത്തിരി അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉണക്കമുന്തിരി, കിസ്മിസ് ഇതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇത് വീട്ടിലുള്ളവർ ചേർക്കാം. എന്നിട്ട് ഇപ്പോൾ തൽക്കാലം കിസ്മിസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇത്തിരി ഇതിങ്ങനെ ചെയ്തു ഇതിലേക്കിടാം. ഇതിലേക്കിട്ട് നന്നായിട്ടങ്ങ് തിളക്കാം. മുരിഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇങ്ങനെ ഇരിക്കട്ടെ. കാണുന്നില്ല, അടുപ്പ് കാണാൻ പാകത്തിന് വെക്കണത്.
നന്നായിട്ട് മൊരിച്ചെടുക്കുക. ചുവന്ന കളർ വരിക. ചുവന്ന കളർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. പിന്നെ നല്ലൊരു മണം, എന്താ മണം കറിയുടെ സൂപ്പർ മണമാണ്. ഇത് കേട്ടാൽ തന്നെ നമ്മൾ കഷ്ട തന്നെ കഴിക്കാൻ പോകും. നന്നായിട്ട് ഇളക്കി നല്ല ഇളകണം. ചൂടോടുകൂടി നിങ്ങൾ ഇളക്കി കൊടുക്കുക. അതിനേക്കാണ് ഇളക്കി കൊടുക്കണം. നല്ല ചുവന്ന കളറായാലും ഇങ്ങനെ വരും. ഉള്ളിയും തേങ്ങയും ഈ പഴവും എല്ലാം കൂടിയിട്ടുള്ള നെയ്യ്, ആ നെയ്യിൻ്റെ ഒരു മണം. ഇത്തിരി ഏലക്കാപ്പൊടി കൂടി ചേർത്താൽ പറയണ്ട. ടേസ്റ്റ് കൊണ്ട് ഇപ്പോഴത്തെ വാഴ വെള്ളം നല്ലൊരു മണം. വെള്ളം നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്ത് നോക്കുക. ഒരു ചുവന്നൊരു കളർ വരുന്നത്, കറുപ്പ് കളർ ഇപ്പം വരും. നമുക്ക് നോക്കാം. നല്ല കളർ വരും. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റണം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനം. കാരണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ല, നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. നല്ലൊരു ടേസ്റ്റായിരുന്നു. നല്ല സ്വാദായിരിക്കും. വൈകുന്നേരത്തെ ചായക്കായാലും ഇതിൻ്റെ കൂടെ എല്ലാം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ എന്തെങ്കിലെല്ലാം ദോശ കിട്ട് ജാമു മാതിരി ആയിട്ടുണ്ട്. നല്ല ബനാന ജാമിൻ്റെ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം. അത് കുറേ സമയം എടുക്കും. ഞാനിത് ചൂടായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി, സമയം ഒരുപാടാക്കി ഇതെല്ലാം ഇളകി വേണം. ഇത് ഇവിടെ ഒരു പാർട്ടിയിലെ ഒരു റാലി ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ അവിടെ കേട്ടോണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു ഇതാണ്. റാലിക്ക് ചെല്ലാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഒരു ചെറിയ സമ്മേളനം എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു. സന്ധ്യയായി. ഹസ്ബൻഡിന് സുഖമില്ല. ഒറ്റക്ക രാത്രി സന്ധ്യ നേരത്ത് ഒറ്റക്കാക്കിയിട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. സമയത്തിലേപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാം. എന്നിട്ട് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഉണ്ടാക്കി കഴിച്ചോട്ടെ. ഇത് പെട്ടെന്ന് ഇത്തിരി മൊരിഞ്ഞ് വരാൻ താമസം തന്നെയുള്ളൂ. വേറെ ഇനി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് പഴം വേണം, തേങ്ങ വേണം, ഉള്ളി വേണം. ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞിട്ട്, തേങ്ങ ചിരകി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഇത്തിരി പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാര, ആവശ്യമുള്ള പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇട്ട് നമുക്ക് ഇത്തിരി നെയ്യോ ഇത്തിരി വെളിച്ചെണ്ണയോ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇത് മൊരിയുന്നില്ലെങ്കിൽ ഇത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഇച്ചിരി കൂടെ ഒഴിച്ചു. അധികം വെളിച്ചെണ്ണയൊന്നും ആരും ഉപയോഗിക്കരുതേ. കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. നെയ്യ് ഒഴിച്ചോ. നെയ്യ് നല്ലതാണ്. നെയ്യ് അത്ര ഒരു ഇതുള്ള സാധനമല്ല. വെളിച്ചെണ്ണ അത്ര നല്ലതൊന്നല്ല. എന്നാലും എപ്പോഴെങ്കിലല്ലേ എപ്പോഴും ഉണ്ടാക്കി കഴിക്കണ്ട. അത് നല്ല ടേസ്റ്റായിരിക്കും. ഒരു നല്ല കളർ മാറി വരുന്നുണ്ടല്ലോ. ഇത് നമുക്ക് കരിഞ്ഞു പോരും കേട്ടോ. കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് പോയാൽ ടേസ്റ്റ് മാറി നമ്മളെ കരിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് വരും. അത് വേണ്ട. നമ്മൾ നന്നായിട്ട് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് ഇളക്കി. നല്ല പുക വരുന്നുണ്ട്. മണം നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് ഉടഞ്ഞ് ഇതായി വരുന്നു. നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് കഴിച്ച് നോക്കാം. ഇപ്പോൾ എന്താ പഴം ഇതുമാതിരി വരും കേട്ടോ. നോക്കട്ടെ. സൂപ്പർ. ഇതുപോലെ നല്ല പാകത്തിന് ചേർത്ത്
വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യാമെന്നിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ തീ ഓഫാക്കാം കേട്ടോ. തീ ഓഫാക്കി ഒന്നുകൂടി നന്നായിട്ട് തണിഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൈക്ക് കൈക്കിട്ട് കൈക്കലെടുത്ത് ഇങ്ങനെ വാങ്ങി ഇതെന്ത് ചെയ്യണം, പ്ലേറ്റിലേക്ക് ഇടാം. എന്നിട്ട് ഏലക്കാപ്പൊടി നിങ്ങൾ കുറച്ചിട്ട് ഇതിന് നല്ല ഭംഗി ഉണ്ടാകത്തൊരു സമയമുള്ളവർക്ക് എല്ലാം ഒന്നുകൂടി നന്നായിട്ട് മുരിച്ച് നല്ലതാക്കി എടുക്കാം. പഴം ഒന്ന് ഉടച്ച് കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നോക്കുക, സൂപ്പർ. ഉണ്ടാക്കി നോക്കണമെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. സൂപ്പർ ഫുഡാണ്. പഴമാണ് പഞ്ചസാര ഒന്നും എടുത്തെടുത്ത് പറയുന്നില്ല. പഞ്ചസാര നല്ല സാധനം ഞാൻ പിന്നെയും പറയുന്നുണ്ട്. ഓക്കെ ഗേസ്, ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ്